അൻവർ UDF-ഉം LDF-ഉം അൻവറും BJP-യും ഒക്കെ വ്യത്യസ്ത പാർട്ടികളാണ്. തൃണമൂൽ കോൺഗ്രസ്. അൻവർ ചേലക്കരയിൽ UDF-നെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ഒരാളാണ്. പിണറായി വിജയനെതിരെ പ്രസംഗിച്ചിട്ട് അൻവർ പാലക്കാട് പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് UDF-നെതിരെ സ്ഥാനാർത്ഥി നിർത്തിയ ആളാണ്. പിന്നീട് അദ്ദേഹം ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ആ സ്ഥാനാർത്ഥി പിന്നീട് CPM-ലേക്ക് തിരിച്ചുപോയി. അൻവർ UDF-ലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്തു വന്ന ഒരാളാണ്. ആ ഗവൺമെൻറ്റിനെതിരെ പോരാടുന്ന മുഖ്യ മുന്നണിയാണ് UDF. അതുകൊണ്ട് UDF-നോട് ഒന്നിച്ചു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവർ കാരണം വന്നതാണ്. അൻവർ കാരണം വന്നു എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സൂചനയാണ്. കാരണം അദ്ദേഹത്തെ വിജയിപ്പിച്ചത് CPM-ആണ്, സമ്പത്തിൻ്റെ പാർട്ടിയാണ്. ആ CPM-ലെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് പോരാടി പുറത്തു വന്ന ഒരാളാണ് അൻവർ. ആ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അൻവർ എന്താ പറഞ്ഞത്? ഞാൻ തൽക്കാലം തെരഞ്ഞെടുപ്പിന് ഇനി മത്സരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തും, 2021 പോലെ LDF സ്ഥാനാർത്ഥിയെ നിർത്തും. BJP-യുടെ അവർ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അൻവർ അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു, VS ജോയി. VS ജോയി DCC പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഞാനൊരു നിർദ്ദേശം വെച്ചു എന്ന് അൻവർ പറഞ്ഞു. അൻവറിൻ്റെ നിർദ്ദേശം വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. പരസ്യമായിട്ട് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. രഹസ്യമായിട്ട് UDF നേതൃത്വത്തെ അറിയിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് തീരുമാനിച്ചത് UDF-ൻ്റെ പ്രതിനിധിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാണ്. അപ്പോൾ അൻവർ അദ്ദേഹത്തെ ഇന്ന് ആക്ഷേപിച്ചു. അദ്ദേഹം MV ഗോവിന്ദനുമായിട്ട് വയനാട്ടിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ഇതിന് ഉത്തരം പറയേണ്ടത് ആര്യാടൻ ഷൗക്കത്തല്ല, MV ഗോവിന്ദ മാഷാണ്. ഇന്നിപ്പം അൻവറും ആര്യാടൻ ഷൗക്കത്തും കൂടെ ഒരു വീട്ടിലെ ഒരു കല്യാണ സദ്യ ഉണ്ണുന്ന പടം വീഡിയോ നമ്മൾ കണ്ടു. നാളെ ആ കല്യാണ സദ്യ വേറൊരു നേതാവുമായിട്ടാണ് ഉണ്ടതെങ്കിൽ ചർച്ചയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ PV അൻവർ അദ്ദേഹം UDF-ൻ്റെ ഒപ്പം വരാൻ ആഗ്രഹിച്ച ഒരാളാണ്. ആ ആഗ്രഹം ഇന്ന് അദ്ദേഹം വളരെ നന്നായി പ്രകടിപ്പിച്ചു. വരികൾക്കിടയിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കിടയിലൂടെ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും, ഈ 2 പേര് പറഞ്ഞിട്ട് അവരെ അദ്ദേഹം പ്രശംസിച്ചു. അവരെ UDF-ൻ്റെ ഭാഗമായ അവരുടെ നേതൃചാതുര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രശംസിച്ചു. അപ്പോൾ നാളെ മുസ്ലിം ലീഗ് വഴി അൻവർ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ അഭിപ്രായങ്ങളും തിരുത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് രാഷ്ട്രീയം. അതല്ല, അൻവർ UDF-നെതിരെ മത്സരിക്കുകയാണെങ്കിൽ ചേലക്കരയിൽ മത്സരിച്ചതുപോലെ തന്നെ സംഭവിക്കാം. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, കുറച്ച് വോട്ട് കൂടും. അപ്പോൾ പക്ഷേ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ പറയേണ്ട ഒരു കാര്യം, ഒരു വോട്ടിനും വിലയുള്ളതാണ്. 100 വോട്ടാണെങ്കിലും വിലയുള്ളതാണ്. അതുകൊണ്ട് അൻവറിനെ UDF-നൊപ്പം നിർത്തുകയാണ് കോൺഗ്രസ്സിന് നല്ലത്. അതുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞത് അടുത്ത ദിവസം ഞാൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ സമ്പത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അത് മനസ്സിലായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. VD സതീശനാണ് UDF-ൻ്റെ ചെയർമാൻ. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിലല്ലേ ഉള്ളൂ. UDF-ൻ്റെ ചെയർമാൻ VD സതീശനാണ്. അതുകൊണ്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥിത്വവും UDF-ൻ്റെ ഒരു പ്രവേശനത്തെക്കുറിച്ച് പറയേണ്ടത് UDF ചെയർമാനാണ്. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അൻവർ ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ, നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്തും അൻവറും തമ്മിൽ വലിയ സൗഹൃദത്തിലുള്ള ആളുകളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇന്ന് പറഞ്ഞു തീർത്തു. 2 ദിവസം അദ്ദേഹം പഠിക്കുന്നതാണ് പറഞ്ഞത്. എന്താണ് പഠിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് ശ്രീ അൻവർ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു സർവേ നടത്താനുള്ള സമയമില്ല. അപ്പോൾ ഇപ്പോൾ തീരുമാനം ഉണ്ടാവുക, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ച്, VD സതീശനായിട്ട് സംസാരിച്ച്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇത്ര ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണ് VD സതീശനെന്ന് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് വഴി, വയനാട് വഴി ചേലക്കരയിലേക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അൻവർ പറയാനുള്ളത് ഇന്ന് പറഞ്ഞു തീർക്കും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ട ഒരു കാര്യം, CPM-നെതിരായിട്ടാണ് പോരാട്ടമെന്ന് മനസ്സിലാക്കണം. പിണറായിസത്തിനെതിരെ അൻവർ പോരാടുമ്പോൾ ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായ ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വരൂപിക്കലാണ് UDF-ൻ്റെ ധർമ്മം എന്ന് UDF മനസ്സിലാക്കുമ്പോൾ 100 വോട്ടിനും വിലയുണ്ട്. അതുകൊണ്ട് അൻവറിനെ അങ്ങനെ നമ്മളെ തള്ളിക്കളയുന്നൊരു സ്വഭാവത്തിലേക്ക് UDF പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൻവർ പറഞ്ഞൊരു കാര്യം പിണറായി ഗവൺമെൻറ്റിനെതിരാണ്.
അൻവർ പറഞ്ഞ കാര്യം CPM-ന്റെ അഴിമതിക്കെതിരാണ്. ഇത് തന്നെയാണ് UDF-ന്റെ അഭിപ്രായവും. അപ്പം അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ നിർദ്ദേശമോ കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചു എന്ന് പരസ്യമായി പറയുമ്പോൾ അവിടെ ഒരു ദുരഭിമാനത്തിൻ്റെ പേരിലോ അവിടെ ഒരു അതിവൈകാരികതയുടെ പേരിലോ ആ ഒരു വോട്ട് സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല.